നമുക്കറിയാം ബദർ എന്ന് പറഞ്ഞാൽ റമദാനിലാണ് നടന്നത്. നോമ്പ് വിൽക്കുമ്പോഴാണ് ബദർ നടന്നത്. അതിൻ്റെ കുറച്ച് മുമ്പാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. നമ്മളെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുബൈസ്കരിച്ച് കടന്നുറങ്ങി ഒരു 8:30 ഇങ്ങനെ നീച്ചെന്നിട്ട് പെണ്ണുങ്ങളൊക്കെ നീപ്പിച്ചിട്ട് ഇന്നിപ്പോൾ എന്താ, ഇന്നലെ പത്തിരി എന്ന് കുറേ ദിവസമായി പത്തിരി തന്നെ, നാളെ മന്തി ആക്കുന്നതാണ്. മന്തി ഇപ്പം എല്ലാവർക്കും പറ്റില്ല, ബിരിയാണി തന്നെ ആക്കാം. 4 മണിക്ക് ഇപ്പം എന്താ, സമൂസ മടുത്തുകണ്, എന്നും അതന്നെ ഒരു സമൂസ. ഇതാണ് ഇപ്പോൾ നമ്മളെ നോമ്പ് പറഞ്ഞാൽ. വൈകുന്നേരം ഇപ്പം എന്താ തിന്നണ്ടേ, 4 മണിക്ക് എന്താ കടി, നിങ്ങൾ പോയിട്ട് കുറച്ച് വേറെ എന്തെങ്കിലും കൊണ്ടുപോയി അല്ലെ കിളിക്കൂടോ. സഹോദരങ്ങളെ, നോമ്പ് നിർബന്ധമാക്കിയ മനുഷ്യന്മാരുണ്ടല്ലോ, ആ സഹാബത്ത്, അവരാലോചിച്ച് നോക്കി. അസ്തിത്വ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, ഒന്നുമില്ലാതെ സീറോയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ തിന്നാനൊന്നും ഇതേമാതിരിയൊന്നും അല്ല, എപ്പോഴൊന്നും ഇല്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്, രാത്രി നബി കിടന്നുറങ്ങി, വിശന്നിട്ട് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല, നീറ്റ് നടക്കുകയാണ്, പുറത്തിറങ്ങിയൊക്കെയാണ്. അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നിഴലിങ്ങനെ 2 നിഴലിങ്ങനെ വരിക ഇരുട്ടത്ത്. ആരാ? അടുത്തെത്തിയപ്പോൾ ആളെ മനസ്സിലായി, അബൂബക്കറുല്ലാനും ഉമറുല്ലാനും. മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാഅ. ചോദിക്കാണ്, എന്താ പിയ ആ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നിങ്ങൾ രണ്ടാളും കൂടി? അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശന്നിട്ടാണ് നബി. വിശന്നിട്ട് പുറത്തിറങ്ങി. നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഉറങ്ങിയിട്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത ദിവസം ഉണ്ടാവും. എന്നറിയോ? രാത്രി കല്യാണത്തിന് പോയിട്ട്, ഒരു മുതലാളിൻ്റെ കല്യാണത്തിന് പോയിട്ട് മന്തിയും കപ്സിയും അവിടെയുള്ള ഐസ്ക്രീമും ഒക്കെ കൂടി തിന്ന് പള്ളിയിലെടുത്തായിട്ട് ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഗ്യാസ് കയറിയിട്ട്. ഇതല്ല, തിന്നാൻ കിട്ടായിട്ട് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാനും പറ്റണില്ല. അതാണ് ഒരു ചരിത്രം. ഓരോടാ പറയണത് നോമ്പ് വിൽക്കണം എന്ന്. ഓർക്ക് ആകെയുള്ളത് വെള്ളം കൂടിയാ പകല് ചൂടത്ത്, അതും പറ്റൂല എന്ന്. ഓർക്കാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അവരുടെ മനസ്സ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. എന്നിട്ട് ആ നോമ്പിനെ പറ്റിയ ഖുർആൻ പറയുന്നത്, അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയ ആയത്ത് ബക്കറയിൽ ഇങ്ങനെ പറയുമ്പോൾ അടുത്ത ആയത്തിൽ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇങ്ങനെ ഓതി വന്നാൽ പിന്നെ എന്തൊക്കെയാണ് അറിയോ? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. ഓരോടാ പറയുന്നത്. തിന്നാനേ കിട്ടാതെ വെള്ളം കുടിച്ച് ദാഹമകറ്റുന്ന ആ ചൂടത്ത് ജീവിക്കുന്ന ഓരോട് പകലിഞ്ഞ് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ പറയാണ്, യുരീദു ബിക്കുമുല്ലാഹു യുസ്റ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് ഒരു ഇടങ്ങേറ് ഉദ്ദേശിക്കണില്ല. നമ്മളോടല്ല. നമ്മൾ ആയത്തോതി നമുക്ക് തോന്നുന്നു ശരിയാണ്, നോമ്പ് എന്ന് പറഞ്ഞാൽ സുഖം തന്നെയാണ്, ഗ്യാസും കുറവാണ്, പള്ളക്കൊക്കെ ഒരു സുഖമാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഇറച്ചിമ്പത്തിരിയും കിട്ടും, മറ്റേ ഇറച്ചിമ്പത്തിരി എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളോടല്ല, ഓരോടാ പറയുന്നത് നോമ്പ് എളുപ്പമാണ് എന്ന്. അതവർ എളുപ്പമായി കണ്ടു, അതവർക്ക് എളുപ്പമായിരുന്നു. അതെന്താണ്? അതൊരു മാനസികാവസ്ഥയാണ്. അള്ളാഹു എന്തു പറഞ്ഞോ അത് കേൾക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അവരിൽ ഉണ്ടാക്കിയത്.